എല്ലാവർക്കും നമസ്കാരം. വൈറ്റ് ബ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ദിവസങ്ങളായി ഒരു വീഡിയോ ചെയ്തിട്ട്, കഴിഞ്ഞ ഈ ഒരു ശനിയാഴ്ച വരേണ്ട വീഡിയോ ആണ്. പക്ഷെ ഒരു തിരക്കും കാരണമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത് ഗോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനത്തെ ഒരു വീട്ടിലേക്ക് പോയി കയറി ചെന്നിട്ട്, ആളില്ലാത്ത വീട്ടിലേക്ക് കയറി ചെന്നിട്ടുള്ള വീഡിയോ അല്ല. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസങ്ങളും അമ്പലങ്ങളും ആചാരങ്ങളും ആയി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. കാരണം എൻ്റെ വീട് തൊട്ടടുത്ത് ഒരു 6-7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രം കാണുന്ന ഒരു ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവമാണ്. അപ്പോൾ ആ ഉത്സവത്തിലേക്ക് അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഒരു അതിശയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊക്കെ വിശ്വസിച്ച് പോകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ, ചില ചടങ്ങുകൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. വളരെ ചെറിയ ക്ഷേത്രമാണ്, അധികം ആൾക്കാരൊന്നും വരാത്തൊരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇൻട്രോ പറഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു. അപ്പം അവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ, ക്ഷേത്രത്തിലേക്ക് ഭഗവാനെ എഴുന്നള്ളിച്ച് വരുന്ന ആ ഒരു താലപ്പൊലി വരില്ലേ, അപ്പോൾ ആ ഒരു ടൈമിൽ എന്താ നടക്കുന്നത് അറിയാം. നാഗത്തിന്റെ ക്ഷേത്രം കൂടെയാണ്. നാഗം കാവാണ്, ഒരു കാടിനുള്ളിലാണ്. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് എത്തിപ്പെടാൻ പ്രോപ്പറായിട്ടുള്ള ഒരു വഴി പോലും ഇല്ലാത്തൊരു ക്ഷേത്രമാണ്. കാട്ടിലൂടെ നടന്നു വേണം, ഉള്ളിലേക്ക് കുറച്ച് മാറി നിൽക്കുന്ന ക്ഷേത്രമാണ്. അപ്പോൾ ആ ഒരു എഴുന്നള്ളിച്ച് താലപ്പൊലി വരുമ്പോൾ അതോടുകൂടി തന്നെ ഈ നാഗക്ഷേത്രത്തിലേക്ക്, നാഗത്തിന്റെ പ്രതിഷ്ഠ ഉള്ള ആ ക്ഷേത്രത്തിലേക്ക് പാമ്പ് വരുമ്പോലെ ആണ് ഇതിന്റെ ഒരു എന്താ പറയുക, കോമരം എന്ന് പറയുന്നില്ലേ, കോമരം എഴഞ്ഞു വരുന്നത്. പാമ്പ് വരുമ്പോൾ നിലത്തൂടെ എഴഞ്ഞ് വന്നിട്ട് ക്ഷേത്രത്തിനുള്ളിലുള്ള ഒരു നാഗത്തിന്റെ ഒരു പാമ്പ് ഒറിജിനൽ ആയിട്ടുള്ള ഒരു ക്ഷേത്രം കൂടെയാണ് നാഗം. അവിടെ മരത്തിന്റെ പൊത്തിനുള്ളിൽ പാമ്പുണ്ടെന്ന് പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ ഈ പുറ്റുകാണ് ഇവിടെയൊക്കെ പറയും. മണ്ണിങ്ങനെ പൊങ്ങി കിടക്കും, അതിനുള്ളിൽ പാമ്പിട്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ മണ്ണുകൊണ്ട് പൊങ്ങി കിടക്കുന്ന അവിടെ കോഴിമുട്ടയും പാലൊക്കെ വെച്ചിട്ട് അവിടേക്കാണ് ഈ ഒരു ആള് എഴിഞ്ഞ് വന്നിട്ട് അവിടെ നിന്നിട്ടാണ് ഇവർക്ക് ഈ അവരുടെ ശരീരത്തിൽ കൂടി ആ പാമ്പിന്റെ ആ ഒരു ഇതുണ്ടല്ലോ ഒഴിഞ്ഞു പോകുന്നത്. അവിടെ എത്തുന്ന വരെ ആ ഒരു സംഭവം നടക്കുന്നത്. അത് എത്രയോ ദൂരത്തു നിന്ന് എഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ആ ഒരു കഷ്ടപ്പാട് ഒന്ന് ആലോചിച്ച് പോകണം, അതിന്റെ ഒരു എഫേർട്ട് എങ്ങനെയാണെന്നുള്ളത്. എത്രയോ റിസ്ക് എടുത്തിട്ട് എഴിഞ്ഞ് വരും. പക്ഷെ അതൊക്കെ റിസ്ക് അല്ല നമ്മൾ പറയുന്നത്. അപ്പം അത്രയും അത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ആണ്, ഒരു അതിശയം തോന്നും. ഇത്രയും ദൂരം എഴിഞ്ഞ് വന്നിട്ട് ഉള്ളിൽ പോകുന്നത്. പിന്നെ അതുമല്ല, വേറെ സംഭവം എന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളം എടുത്തിട്ട് നമ്മൾ ശരീരത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കല കവുങ്ങിന്റെ കൊല വെച്ചിട്ട് വെള്ളത്തിൽ മുക്കിയെടുത്ത് തല്ല, അതിന് ഗുരുതി എന്നാണ് പറയുന്നത്, ഗുരുതി. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അതിശയം. തിളച്ച വെള്ളം എടുത്ത് നേരെ പാർന്നിട്ട്, അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതിൽ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇത്തരം ആചാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ഒരു ജില്ലകളിലും ഇല്ല. കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന, കോഴിക്കോട് ജില്ലയിൽ തന്നെ പല ക്ഷേത്രങ്ങളിലും പല രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇത്തരം അതിശയങ്ങളൊക്കെ എൻ്റെ പ്രേക്ഷകരോടൊന്ന് കണ്ടോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. അപ്പം തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷയുണ്ട്. നമുക്ക് ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാം. ക്ഷേത്രത്തിൽ എന്താണ് നടക്കുന്നത് നോക്കാം. ഒരുപാട് ആൾക്കാരൊന്നും വരാത്തൊരു ക്ഷേത്രമാണെന്ന് തന്നെ കുറച്ച് ഉള്ളിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം അവിടെ എത്താൻ. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ അങ്ങ് പോയിട്ട് വരാം.
Sorry.